ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു കുനാഫയുടെ റെസിപ്പി ഇന്ന് കാണിക്കുന്നത്. 250 ഗ്രാം കുനാഫ ഡോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ പയ്യെ അത് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ബട്ടർ ആവാൻ പാകത്തിന് മിക്സ് ചെയ്യണം. മൊത്തമായി മിക്സ് ചെയ്ത് വയ്ക്കണം. അതിലേക്ക് നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. ഞാനത് അന്നേരം ഇടാൻ വിട്ടുപോയതാണ്. ഞാനപ്പോൾ 2 ഭാഗത്തിലേക്കുമായിട്ട് ഇട്ടു. അതിൽ പകുതി എടുത്ത് നമ്മൾ കുനാഫ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് പകുതി കുനാഫ ഡോ എടുത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് സെറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് പയ്യെ സെറ്റ് ചെയ്ത് അമർത്തി വയ്ക്കുക. ഒരുപാട് ബലം പിടിച്ചമർത്തണ്ട. അമർത്തി വെച്ച് പഞ്ചസാരയും ചേർത്ത്, ഞാൻ പഞ്ചസാര ചേർത്ത്, നിങ്ങൾ ആദ്യം അത് ചേർത്താൽ മതി. പിന്നെ അതിൽ ഒരു 2.25 കപ്പ് പാൽ, 2.5 കപ്പ് മൊത്തം വേണം. അതിൽ 1/4 കപ്പ് നമ്മൾ മാറ്റി വയ്ക്കണം. 2.25 കപ്പ് പാലെടുത്ത് അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് ഒരു 4-5 സ്പൂൺ പഞ്ചസാര മധുരത്തിനനുസരിച്ച്. ഇത് ഞാൻ പറഞ്ഞത് 2.25 കപ്പ്, മൊത്തം 2.5 കപ്പ് പാലിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി തിളച്ച് വന്ന ആ പരുവമാറുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ അടുപ്പത്ത് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്യണം. അത് തിളച്ച് വരുന്ന കണക്കിന് സ്ക്വയർ ചീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ക്രീം ചീസ് മാത്രം ചേർത്താലും മതി. ഇത് ക്രീം ചീസ് തന്നെയാണ്. ഈ സ്ക്വയറായിട്ട് വരുന്ന ഒരു ചീസ് 1-2 പീസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. അതിലിട്ട് നന്നായിട്ട് അതിൽ മെൽറ്റാവാൻ പാകത്തിന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. അടി പിടിക്കാതെ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം. അതുപോലെ ക്രീം ചീസ് 100 ഗ്രാം അതോടെ അതിലേക്ക് ചേർക്കണം. അമൂലിൻ്റെയൊക്കെ ക്രീം ചീസ് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. മിൽക്കി മിസ്റ്റ്, അമൂൽ, അങ്ങനെ പല ബ്രാൻഡിൻ്റെയും കിട്ടും. അത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ പാലിൻ്റെ ക്രീം ചീസ് ഇട്ട് പാലിൻ്റെ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. നല്ല കുറുകി വരും. നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ തന്നെ കുറുകി വരും. ഒരുപാട് കട്ടയാക്കണ്ട. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അത്രയും മതി. അത് ഇരിക്കുമ്പോൾ ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ സെറ്റാവും. എന്നിട്ടത് വാങ്ങി വയ്ക്കണം. നമുക്കിതിലേക്ക് ഒഴിക്കാൻ വേണ്ടി, കുനാഫയിൽ ഒഴിക്കാൻ നമുക്ക് പഞ്ചസാര സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളൊരു 4-5 സ്പൂൺ പഞ്ചസാര ഇടുക. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ 2 ഏലക്ക ചതച്ചത്, 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കുക. അത് നന്നായിട്ട് തിളയ്ക്കണം. ഒരു നൂൽ പരുവമൊന്നും ആവണ്ട. നന്നായി തിളച്ച് അത് മിക്സായി, എല്ലാം മിക്സായി നന്നായിട്ട് അത് ഇളക്കി തിളച്ച് വരുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. തിളപ്പിച്ച സിറപ്പ് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ലാസ്റ്റ് മതി. പിന്നെ കുനാഫ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ പാൽക്കൂട്ട്, ഈ ക്രീം പാൽക്കൂട്ടിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിച്ച്നെസ് കിട്ടും. അതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്തു. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതോടെ ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു റിച്ച് ക്രീമി ആയിട്ട് കിട്ടും, ടേസ്റ്റും കൂടും. എന്നിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് കുനാഫയുടെ ഡോ വെച്ചിരിക്കുന്നില്ലേ, അതിലേക്ക് നമ്മൾ ഈ പാൽക്കൂട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യുക. പാൽക്കൂട്ട് ഒഴിച്ച് പയ്യെ കുറേശ്ശെ ഒഴിക്കുക. ഒറ്റയടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചത് അതിൻ്റെ ഇതിലേക്ക് പോകും. അങ്ങനെ വയ്ക്കരുത്. ബാക്കിയുള്ള കുനാഫയുടെ ഡോ ഇത് ഒഴിച്ച് കഴിഞ്ഞ് അതിന് മുകളിലേക്കിട്ട് പതിയെ മെല്ലെ അമർത്തി വയ്ക്കുക. അതൊന്ന് ഒരുപാട് താഴ്ത്തി അമർത്തരുത്. പയ്യെ അത് ചെറുതായിട്ടൊന്ന് അമർത്തി സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിൽ നമ്മളൊരു 20 മിനിറ്റോളം അടുപ്പത്ത് മൂടി വെച്ച് ഇത് വേവിക്കുക. നമുക്കിത് ഓവനിലും വയ്ക്കാം. നിങ്ങൾക്ക് ഏത് നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാത്രത്തിൽ വയ്ക്കാം, അതല്ലെങ്കിൽ ഓവനിലും വയ്ക്കാം. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാം. അതല്ലെങ്കിൽ അതിലും വലിയ നോൺ സ്റ്റിക്ക്
പാത്രം എന്തെങ്കിലും ഫ്രൈ പാൻ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും വയ്ക്കാം. ഒരു 20-25 മിനിറ്റ് അവരവരുടെ ഗ്യാസ് അടുപ്പിൻ്റെ തീയിൻ്റെ അനുസരിച്ച് ഫ്ലെയിമിൻ്റെ അനുസരിച്ചിരിക്കും. ഞാനൊരു 20 മിനിറ്റ് 22 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത്, ഞാനത് ആ വീഡിയോയിൽ അത് വിട്ടുപോയതാണ്, ഫ്ലിപ്പ് ചെയ്ത് എടുക്കുക. ഫ്ലിപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ 5-6 മിനിറ്റും കൂടെ വെക്കണം. അപ്പോൾ ആ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വരും. ഞാൻ ഇത്രയും കളറാണ് എടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ ഉണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റൊക്കെ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് വെച്ചോളൂ. അതിന് ശേഷം അതൊന്നുകൂടെ ഫ്ലിപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആവശ്യമില്ല വേണമെങ്കിൽ, പിന്നെ കുനാഫ എന്ന് പറയുമ്പോൾ വേണമല്ലോ, അതിലേക്ക് കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പും അതിൻ്റെ മുകളിൽ ഒഴിക്കണം. അപ്പം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. ഇത് അല്ലെങ്കിലും സോഫ്റ്റാണ്. പിന്നെ കട്ട് ചെയ്താൽ നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും, നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിരിക്കുന്നത്. അടിയിലാണെങ്കിൽ കുറച്ച് ക്രസ്റ്റി ആയിട്ട്, അന്നത്തെ നല്ല ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് തന്നെയാണ്. തിന്നാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയ ആ ഫ്രഷ് ക്രീമിൻ്റെ കൂട്ട്, മിൽക്കിൻ്റെ കൂട്ട് പകുതിയാണ് ഇതിൽ ഒഴിച്ചോളൂ. നിങ്ങൾക്കതിൻ്റെ നേർ പകുതി എടുത്താലും മതി. നല്ല